മനുഷ്യരിൽ രണ്ട് കൂട്ടരെ കാണാം. അതിലൊന്ന്, അവർ സ്വയം നിരാശരാണ്, പ്രതീക്ഷകളില്ല, ശുഭപ്രതീക്ഷയില്ല, അങ്ങനെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്നവർ. മറ്റൊരു കൂട്ടർ സ്വയം അങ്ങനെയാണ്, അതിനു പുറമെ മറ്റുള്ളവരെ കൂടി നിരാശപ്പെടുത്തുന്നവരാണ്, നിരുത്സാഹപ്പെടുത്തുന്നവരാണ്, അവരുടെ പ്രതീക്ഷകളെ കെടുത്തുന്ന വാക്കുകൾ പറയുന്നവരാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും അങ്ങനെയാകുവാൻ പാടില്ല. അവൻ സ്വയം പ്രതീക്ഷയുള്ളവനാവണം, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നവനുമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബികൾ പറയുന്നത്, കാന യുഅ്ജിബുഹുൽ ഫഅലുൽ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പ്രതീക്ഷകളും അത്തരത്തിലുള്ള വാക്കുകളും ഏറെ ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ ചിന്തകൾ, നെഗറ്റീവല്ല, വിപരീത ചിന്തകളല്ല, പോസിറ്റീവായ ചിന്തകൾ. എല്ലാം നല്ലതാകും, എല്ലാം ഹൈറിനാകും, എല്ലാം നല്ലതായി വരും, എനിക്കും ഒരു ഹൈറുണ്ടാകും എന്നിങ്ങനെ ചിന്തിക്കുന്ന നല്ല പ്രതീക്ഷകൾ, മറ്റുള്ളവർക്കും അങ്ങനെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിലുടനീളം പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാകും. സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ. ഒരു ബുദ്ധിമുട്ടിന് ശേഷം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പം നൽകുന്നതാണ്. സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ. മതപരമായ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു ഹുക്മ് പറയുന്നിടത്ത് അതിലെ പ്രയാസകരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. നബിയെ, താങ്കൾക്കറിയില്ല, ഒരു വേള ഇതിന് ശേഷം അള്ളാഹു പുതിയ ചില ഹുക്കുമുകൾ നൽകിയേക്കാം, അത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നതായിരിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് പറഞ്ഞു അസല്ലാഹു അൻ യജ്അല ബൈനക്കും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദ. നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കുമിടയിൽ അള്ളാഹു സ്നേഹമുണ്ടാക്കിയേക്കാം, സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം. അപ്പോൾ ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളായി മാറുമെന്ന പ്രതീക്ഷ, ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് പ്രയാസരഹിതമായ സാഹചര്യം എളുപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ, ആ നിലക്ക് നല്ല പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്.